Hi friends, Krishna Balakrishna from Equity FX. നമ്മളിന്ന് പറയാൻ പോകുന്നത് RSIയുടെയും MACDയുടെയും കൂടെ ഒരു കോമ്പിനേഷൻ സ്ട്രാറ്റജിയാണ്. MACD RSIയുമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിൽ രണ്ടെണ്ണം, അപ്പാർട്ട് ഫ്രം മൂവിങ് ആവറേജ്. പിന്നെ ബോളിഞ്ച് ബാൻഡ്സ് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. MACD നമുക്കറിയാമല്ലോ, MACDക്ക് ഒരു MACD ലൈനുണ്ട്, മൂവിങ് ആവറേജ് കൺവേർജൻ ഡൈവേർജൻസ് എന്നാണ് അതിൻ്റെ പേര്. ഒരു MACD ലൈനുണ്ട്, അതിനൊരു സിഗ്നൽ ലൈനുണ്ട്. അതിനോടൊപ്പം തന്നെ MACDക്ക് ഒരു ഹിസ്റ്റോഗ്രാം ഉണ്ട്, ഒരു വോളറ്റിലിറ്റി ഇൻഡെക്സ് ആണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് കാണാൻ പറ്റുമോ? ഗ്രീൻ ഇങ്ങനെ വന്ന് തിരിച്ച് നേരെ റെഡിലേക്ക് പോയി ഇങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം വർക്ക് ചെയ്യുന്നത്. അതൊരു വോളറ്റിലിറ്റിയെ കാണിക്കുന്ന ഒരു മെഷർമെൻറ്റാണ് ബേസിക്കലി. അപ്പോൾ MACD ലൈനും സിഗ്നൽ ലൈനും ചേർന്ന് കിടക്കുന്ന സമയത്ത് ബേസിക്കലി ഹിസ്റ്റോഗ്രാം വളരെ വീക്കായിരിക്കും, വളരെ ചെറുതായിരിക്കും. അത് കാണിക്കുന്ന വോളറ്റിലിറ്റി കുറവാണെന്നാണ്. ഇത് MACD ലൈനും സിഗ്നൽ ലൈനും തമ്മിലുള്ള ആ ഡീവിയേഷൻ കൂടുന്തോറും ഹിസ്റ്റോഗ്രാമിൻ്റെ സൈസും കൂടിക്കൊണ്ടിരിക്കും. സ്റ്റോക്കിൻ്റെ വോളറ്റിലിറ്റി ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. വോളറ്റിലിറ്റി വരുന്നതുകൊണ്ട് പ്രൈസ് കൂടാം, പ്രൈസ് ഇറങ്ങാം, എങ്ങനെ വേണം സംഭവിക്കാം. അതിനോടൊപ്പം തന്നെയാണ് RSI വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ഇൻഡിക്കേറ്ററാണ്. ബേസിക്കലി സ്റ്റോക്കിൻ്റെ മൊമെൻറ്റത്തിനെ കാണിക്കുന്ന ഇൻഡിക്കേറ്ററാണ്, സ്റ്റോക്കിൻ്റെ സ്പീഡിനെ കാണിക്കുന്ന ഇൻഡിക്കേറ്ററാണ്. RSIയുടെ നോർമൽ വാല്യൂസ് എന്ന് പറയുന്നത് 60 ആൻഡ് എബോവ് എന്ന് പറയുന്നത് ബുള്ളിഷും, 60 to 40 എന്ന് പറയുന്നത് റേഞ്ച് ബൗണ്ടും, 40 ആൻഡ് ബിലോ എന്ന് പറയുന്നത് ബെറിഷുമാണ് ശരിക്കും. അപ്പോൾ ബേസിക്കലി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് RSIയെ നമ്മൾ മാഗ്നിയുമായിട്ട് എംബഡ് ചെയ്യും. ശരിക്കും സാധാരണ RSI ഇടുന്ന രീതിയിലല്ല നമ്മളിവിടെ ഇടുന്നത്. RSI എന്ന പ്രസാരത്തിന് നമ്മൾ MACDയിലേക്ക് നമ്മൾ എംബഡ് ചെയ്തിട്ട് സെർട്ടൺ പ്രിൻസിപ്പിൾസ് നമ്മൾ വെച്ചിട്ട് അത് വെച്ചാണ് നമ്മളിവിടെ ട്രേഡ് ചെയ്യുന്നത്. ബേസിക്കലി ഷോർട്ട് ടൈം ട്രേഡാണ്, ഒരാഴ്ച 10 ദിവസം ഇങ്ങനെയൊക്കെയുള്ള ട്രേഡ്സാണ്. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഡിസ്ക്ലെയിമർ ഉണ്ട്. സ്റ്റോക്ക് ട്രേഡിങ്ങിൽ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷൻ മാത്രമാണ്. പ്രൈസും വോളിയം തമ്മിലുള്ള കോമ്പിനേഷനും അതിൻ്റെ ആക്ഷനും മാത്രമാണ്. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സൊക്കെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഒരു ചെറിയ എളുപ്പവഴിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ബേസിക്കലി പ്രൈസ് ആക്ഷനാണ് അൾട്ടിമേറ്റ്. പ്രൈസ് ആക്ഷനെ വെല്ലാൻ ഒരു ഇൻഡിക്കേറ്ററും സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ ഈ പറയുന്ന കണക്ക് നമ്മൾ പല ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നമ്മുടേതായിട്ടുള്ള ഹൈ പ്രോബിലിറ്റി ട്രേഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു ട്രേഡിനും 100% സക്സസ് ഗ്യാരണ്ടി ഇല്ല. മേ ബി 70%, മേ ബി 80% വരയ്ക്ക് ബെസ്റ്റ് ട്രേഡ്സിന് ഗ്യാരണ്ടി ഉള്ളൂ. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ അകത്ത് സ്റ്റോപ്പ് ലോസ് ഞാൻ പറയുന്നില്ല. സ്റ്റോപ്പ് ലോസ് എൻ്റെ ഒരു യൂട്യൂബിലും പറയാത്ത കാര്യം എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് പേഴ്സണലാണ്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഷോർട്ട് ടൈം ട്രേഡ് ആകാം, 5 ഡേ ട്രേഡ് ആകാം, നിങ്ങൾ ചിലപ്പോൾ ഒരു മാസം ട്രേഡ് ചെയ്തിരിക്കാം. അപ്പോൾ ഓരോ നിങ്ങളുടെ കൺസെപ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ്. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സക്സസ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഫ്രണ്ട്സ്, നമ്മളിവിടെ TCSൻ്റെ ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. RSI വേണം, MACD വേണം. RSI ഓൺ MACD ആണ് വേണ്ടത്. പിന്നെ നമ്മുടെ കോമൺ ആയിട്ടുള്ള വോളിയം, പ്രൈസ് ക്യാൻഡിൽ, ഇത്രയുമാണ് വേണ്ട ഘടകങ്ങൾ. നമുക്കത് MACD എടുക്കാം. FXൽ പോകണം, MACD ടൈപ്പ് ചെയ്യുക. സോ MACD വന്നു. ഇതാണ് MACD. മനസ്സിലായോ? അതിൻ്റെ സെറ്റിങ്സ് പോവാം. നമുക്ക് MACDയുടെ കളറ് കുറച്ച് ബ്രൈറ്റൻ ആക്കാം. സിഗ്നലിൻ്റെ കളർ നമുക്ക് ബ്രൈറ്റൻ ആക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് കാണാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം MACD വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ഹിസ്റ്റോഗ്രാം എന്നൊരു സാധനം കേട്ടോ. ഹിസ്റ്റോഗ്രാം, ഇത് അപ്വേർഡ് ഹിസ്റ്റോഗ്രാമാണ്. ഇത് ലോവർ സൈഡിലെ ഹിസ്റ്റോഗ്രാമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡാർക്ക് ഗ്രീൻ വരുമ്പോൾ ഹ്യൂജ് ബൈയിങ് പ്രഷറാണ് വരുന്നത്. ലൈറ്റ് ഗ്രീനിൽ ബൈയിങ് പ്രഷർ കുറയുന്നു. എപ്പോഴും ഡാർക്ക് ഗ്രീൻ വരാൻ നേരത്ത് MACD എന്ന് പറയുന്ന ലൈൻ, ബ്ലൂ ലൈൻ റെഡിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. നോർമലി ഈ ബൈയിങ് പ്രഷർ വരുന്ന സമയത്തൊക്കെ MACD ലൈൻ സിഗ്നൽ ലൈനേക്കാട്ടിലും മുകളിലാണ്. ബ്ലൂ ലൈനാണ് MACD ലൈൻ, റെഡ് ലൈനാണ് സിഗ്നൽ ലൈൻ. അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ വരാൻ നേരത്ത് ബൈയിങ് പ്രഷർ കുറയുന്നു. അപ്പോൾ ബൈയിങ് പ്രഷർ കൂടുമ്പോഴേ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടത്തുള്ളൂ. അതുപോലെ തന്നെ തിരിച്ച് സെല്ലിംഗ് പ്രഷർ കൂടാൻ നേരത്ത് ഡാർക്ക് റെഡ് ആയിട്ട് വരുന്നു. ആ സമയത്ത് സിഗ്നൽ MACD ലൈനെ ക്രോസ് ചെയ്ത് എന്താ സംഭവിക്കുന്നത്? സിഗ്നൽ ലൈൻ മുകളിൽ പോകുന്നു, MACD ലൈൻ താഴെ പോകുന്നു. അതുപോലെ റെഡിൽ ലൈറ്റ് പെയിൽ റെഡ് ആണെങ്കിൽ അതിനർത്ഥം സെല്ലിംഗ് പ്രഷർ കുറയുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ശരിക്കും ഇത് കയറി ഇറങ്ങി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും മനസ്സിലായി? കണ്ടോ?
ഇങ്ങനെ കിടക്കുന്നുണ്ട. സോ എപ്പോഴൊക്കെ മാക്ഡി ലൈനും സിഗ്നൽ ലൈനും വളരെ ക്ലോസ് ആയിട്ട് വരുന്നു, ഇതിപ്പോൾ വളരെ ഗ്യാപ്പിലാണ് വന്നിരിക്കുന്നത് അല്ലേ, എപ്പോഴൊക്കെ ക്ലോസ് ആയിട്ട് വരുന്നു അപ്പോഴൊക്കെ വോളറ്റിലിറ്റി കുറവാണെന്നാണ് കാണിക്കുന്നത്. ആക്ച്വലി ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്ന സാധനം ഒരു വോളറ്റിലിറ്റി ഇൻഡെക്സും കൂടെയാണ്. ഹിസ്റ്റോഗ്രാമിന്റെ സൈസ് കൂടുന്തോറും ആ സ്റ്റോക്കിലെ വോളറ്റിലിറ്റി കൂടിക്കൊണ്ടിരിക്കുക സംഭവിക്കുന്നത്. മനസ്സിലായി? ആ വോളറ്റിലിറ്റിയാണ് നമ്മൾ നമ്മുടെ എന്തെങ്കിലും പ്രോബിലിറ്റി വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പൈസയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് മാക്ഡിയുടെ സെറ്റിങ്സ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടേ, നമുക്ക് മാക്ഡിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. മാക്ഡിയിൽ ഞാനൊരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാൻ പോവാണ്. ഈ 3 ഒരു ബട്ടൺ കണ്ട, ഈ 3 ബട്ടൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആഡ് ഇൻഡിക്കേറ്റർ എന്നുള്ള ആ ഒരു വിൻഡോ വരും. അവിടെ RSI ആഡ് ചെയ്യുക, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ആഡ് ചെയ്തു. 3 ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ ആഡ് ഇൻഡിക്കേറ്റർ ക്ലിക്ക് ചെയ്യുന്നു. RSI എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോക്കിന്റെ ഇന്റേണൽ മൊമെന്റത്തിനെ കാണിക്കുന്ന ഇൻഡിക്കേറ്ററാണ് RSI. കണ്ട, RSI മാഗ്ഡീവായിട്ട് നമ്മൾ എംബഡ് ചെയ്തു. RSI സെറ്റിംഗ്സിൽ പോവുക, നമുക്ക് സ്റ്റൈൽ ഒന്ന് മാറ്റി കൊടുക്കാം, നമുക്ക് കുറച്ചുകൂടെ വിസിബിൾ ആവും. നമുക്കൊരു യെല്ലോ കളർ കൊടുക്കാം, കുറച്ചുകൂടെ വിസിബിൾ ആവും. ശരിക്കും മനസ്സിലായി? അപ്പോൾ സെറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ വോളിയം ഓൾറെഡി ഇവിടെ ഉണ്ട്, നമ്മൾ ഓൺ ചെയ്യാത്തതാണ് വോളിയം, നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും വോളിയം. ഓക്കെ, എനിവേ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. കൺസെപ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മൾ എടുക്കുന്ന TCSന്റെ കൺസെപ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ടുവേർഡ്സ് ബൈ സൈഡ് ഫസ്റ്റ് ഗ്രീൻ വന്നത്, ആദ്യത്തെ ഗ്രീൻ വന്നത് ഈ ക്യാൻഡിലാണ് അല്ലെ. ഇതാണ് ഫസ്റ്റ് ഗ്രീൻ വന്ന മാഗ്ഡി ഹിസ്റ്റോഗ്രാം ക്യാൻഡിൽ. നമ്മുടെ ക്യാൻഡിൽ ഏതാ ശരിക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ക്യാൻഡിലാണ്. സോ ഇത് ഡീസന്റ് ക്യാൻഡിലാണ്, ഇത് ഡീസന്റ് ഹിസ്റ്റോഗ്രാം എന്താ കാണിക്കുന്നത്? ഞാൻ ദേ കയറാൻ പോകുന്നു എന്നാ കാണിക്കുന്നത്. ഹിസ്റ്റോഗ്രാമിൽ ഡാർക്ക് ഗ്രീൻ വന്നു, സ്റ്റോക്ക് പ്രൈസിൽ ഡാർക്ക് ഗ്രീൻ വന്നു. അതിനോടൊപ്പം തന്നെ RSI must be above 60. RSI മാഗ്ഡിയിൽ എംബഡ് ചെയ്ത RSI 60 മുകളിൽ കമ്പൾസറി ആയിട്ടായിരിക്കണം. ഇത് 3ഉം ഉണ്ടെങ്കിൽ വോളിയം കൂടെ ചെക്ക് ചെയ്യാം നമുക്ക്. വോളിയം സ്ട്രോങ് ആണെങ്കിൽ, ഇതാണ് വോളിയം അല്ലേ, വോളിയം ഇസ് വെരി സ്ട്രോങ്. കണ്ടോ, ആവറേജിന് മുകളിലായി വോളിയം വന്നിരിക്കുന്നത് ആണെങ്കിൽ there is always a chance to entry. അപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി ചെയ്യുന്നു. നമ്മൾ എൻട്രി ചെയ്യുന്ന റേറ്റ് എത്രയാ? നമ്മൾ ക്ലോസിംഗ് ടേബിൾ എൻട്രി ചെയ്യുന്നത്. ഇതിൻ്റെ എൻട്രി എപ്പോഴും ക്ലോസിംഗ് ടേബിളായിരുന്നു. വെച്ചാൽ 3:30ക്കാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. ഒരു 3:20 3:25 ഒരു 5 മിനിറ്റ്സ് മുമ്പ്, ക്ലോസിങ്ങിന് 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. വോളിയം ഉണ്ടോ? ഉണ്ട്. മാഗ്ഡി ഹിസ്റ്റോഗ്രാം ഡാർക്ക് ഗ്രീനിലേക്ക് വന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? ക്രോസ് ഓവർ വന്നോ എന്ന് വെച്ചാൽ ബ്ലൂ ലൈൻ മാഗ്ഡി ലൈൻ സിഗ്നൽ ലൈനെ ക്രോസ് ചെയ്തു. RSIയുടെ വാല്യൂ എത്രയാണ്? 66 ആണ്. 60 മുകളിലാണോ? ആണ്. അപ്പൊ നമുക്ക് എൻട്രി എടുക്കാം. മനസ്സിലായി? നമ്മൾ എൻട്രി എടുത്ത പ്രൈസ് 3281 രൂപ 95 പൈസ. 3282 എന്ന് കൂട്ടിയാൽ മതി. ആ സ്റ്റോക്ക് എവിടം വരെ പോയി? 3595 വരെ പോയി. 3282 എന്ന് 3595 വെച്ചാൽ 310 രൂപ, 314 രൂപ. എത്ര ദിവസം കൊണ്ടാണ് പോയത്? 3, 6, 9, 11 ദിവസം കൊണ്ട് എത്ര പെർസെന്റ് കൊടുത്തു? ക്ലോസ് ടു 10%, 9.8%, 9.9%. മനസ്സിലായോ? നമ്മളിവിടെ എക്സിറ്റ് എപ്പോഴാണ് വരുന്നത്? ഒരു പെയിൽ ഗ്രീൻ ഇവിടെ വന്നു, ലൈറ്റ് പെയിൽ ഗ്രീൻ വന്നു. ഇത് നമ്മളെ സംബന്ധിച്ച് ഇത് കോഷനാണ്. ഈ സമയത്ത് ഇറങ്ങണം എന്ന് പറയുന്നില്ല, പക്ഷെ അവിടെ വോളിയം കൂടെ കുറവായിരുന്നു. മനസ്സിലായോ? ക്യാൻഡിലും അത്ര വീക്ക് ആയില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യാം. യെസ്, ഒരു വാച്ച് സിഗ്നൽ തന്നു ഓൾറെഡി. പക്ഷെ എന്താ സംഭവിക്കുന്നത്? മാഗ്ഡി ലൈൻ ട്രെൻഡിങ് ആണ് മുകളിലേക്ക്, സിഗ്നൽ ലൈൻ അതുപോലെ ട്രെൻഡിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റിസ്ക് എടുക്കാം. ഇത് മാഗ്ഡി ലൈനും സിഗ്നൽ ലൈനും അടുത്ത് വരുമ്പോഴാണ് നമ്മുടെ റിസ്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഇവിടെ അകന്നു പോവാന്ന് വെച്ചാൽ ട്രെൻഡിങ് ആണ്. നിങ്ങളുടെ റിസ്ക് എടുത്താൽ വീണ്ടും 4 ദിവസം ഹ്യൂജ് ആയിട്ടുള്ള മാഗ്ഡി ഹിസ്റ്റോഗ്രാം ഡാർക്ക് ഗ്രീൻ ക്യാൻഡിൽസ് ആണ്. അതിന്റെ റിഫ്ലക്ഷൻ ഇത് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. 4 ദിവസം ഈ ഒരൊറ്റ ക്യാൻഡിൽ മാത്രമല്ല അല്പം വീക്കായിട്ട്, നിഫ്റ്റി അല്പം വീക്കായിരുന്നു. അതർവൈസ് ഇറ്റ് വാസ് ട്രെൻഡിങ് വെരി സ്ട്രോങ് അല്ലേ. നിങ്ങൾക്ക് എവിടെ വേണം നിങ്ങൾക്ക് എക്സിറ്റ് എടുക്കാൻ പറ്റും. നിങ്ങളൊരു 8% പ്രോഫിറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ലെവലിൽ എക്സിറ്റ് എടുക്കാം. നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ട് 8% അവിടെ കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായി? പല ആൾക്കാർ 8% വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കൊരു 8% ഇവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇതാണ് ബൈ സൈഡ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 1, ലിക്വിഡ് സ്റ്റോക്ക് ആയിരിക്കണം. 2, ട്രെൻഡിങ് സ്റ്റോക്ക് ആയിരിക്കണം. 3, നമ്മൾ എൻട്രി എടുക്കാൻ നേരത്ത് ക്യാൻഡിൽ സ്ട്രോങ് ആയിരിക്കണം, വോളിയം സ്ട്രോങ് ആയിരിക്കണം. പിന്നെന്താ? മാഗ്ഡി ആ ഡാർക്ക് ഗ്രീനിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണത്. അതിനോടൊപ്പം തന്നെ മാഗ്ഡി ക്രോസ് ഓവർ പക്കയായിരിക്കണം. മാഗ്ഡിയിൽ എംബഡ് ചെയ്ത RSIയുടെ വാല്യൂ 60 മുകളിലായിരിക്കണം. ഇതാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ്. ഇപ്പൊ നമുക്കിനി സെൽ പാർട്ടും കൂടെ നോക്കാം അല്ലെ. നമ്മൾ നേരത്തെ ഒരു ബൈ പാർട്ട് അല്ലേ നോക്കാം, ഇനി സെൽ പാർട്ട് നോക്കാം. സെയിം സിസ്റ്റം
സെയിം ഫിലോസഫി, അതിൻ്റെ അകത്തൊന്നും വ്യത്യാസമില്ല. അത് ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു ഹ്യൂജ് റെഡ് ക്യാൻഡിൽ വന്നു. കുറച്ചുകൂടെ ഞാൻ സൂം ചെയ്യാം, അത് കുറച്ചുകൂടെ കാണാൻ എളുപ്പമായിരിക്കും. ഹ്യൂജ് റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു. അതിനോടൊപ്പം തന്നെ അത് നമ്മൾ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹിസ്റ്റോഗ്രാം നോക്കുമ്പം അതിൻ്റെ അകത്തൊരു റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞു ഹിസ്റ്റോഗ്രാമിൽ. അതിനോടൊപ്പം തന്നെ എന്താ സംഭവിച്ചിവിടെ? അതിൻ്റെ തലേ ദിവസമേ, ഒരു ദിവസം മുമ്പേ തന്നെ മാക്ഡി ലൈൻ സിഗ്നൽ ലൈനെ കട്ട് ചെയ്ത് താഴത്തേക്ക് വന്നു. മാക്ഡി ലൈൻ ബ്ലൂ ലൈനാണ്, സിഗ്നൽ ലൈൻ റെഡ് ലൈനാണ്. മാക്ഡി ലൈൻ സിഗ്നൽ ലൈനെ കട്ട് ചെയ്ത് താഴത്തേക്ക് വന്നു. അതിൻ്റെ അർത്ഥം എന്താ? അതിനെ പറയുന്ന പേരാണ് ഡെത്ത് ക്രോസ് ഓവർ. എന്താ പറയുന്നത്? ഡെത്ത് ക്രോസ് ഓവർ. മനസ്സിലായോ? ദിസ് ഇസ് ഡെത്ത് ക്രോസ് ഓവർ. ഇതാണ് ഡെത്ത് ക്രോസ് ഓവർ. ഓക്കെ. അപ്പോൾ മാക്ഡി ലൈൻ സിഗ്നൽ ലൈനെ കട്ട് ചെയ്ത് താഴത്തേക്ക് വന്നത് ഫസ്റ്റ് ഇൻഡിക്കേഷൻ ആണ്. എന്ത് ഇൻഡിക്കേഷൻ? ഞാനിതാ താഴെ പോകുന്നു എന്ന് സ്റ്റോക്ക് നമ്മളെ അറിയിക്കുന്ന ഫസ്റ്റ് ഇൻഡിക്കേഷൻ. അതിനോടൊപ്പം തന്നെ സ്ട്രോങ് റെഡ് ക്യാൻഡിലാണ്. വോളിയം നോക്കാം നമുക്ക്. ഓ ബ്യൂട്ടിഫുൾ, സ്ട്രോങ് വോളിയമാണ്. അതിനോടൊപ്പം തന്നെ ഹിസ്റ്റോഗ്രാം നോക്കൂ. ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ ഹിസ്റ്റോഗ്രാം. RSI നോക്കൂ. RSI 25.68. ഓ ഹ്യൂജ് ആണ്. ഹ്യൂജായിട്ട് RSI താഴെ പോയി. RSI ഷോർട്ടിംഗ് സമയത്ത് RSI മസ്റ്റ് ബി ബിലോ 40. RSIയുടെ വാല്യൂ 40ക്ക് താഴെ കമ്പൽസറി ആയിട്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഷോർട്ടിംഗ് അലൗഡ് ആയിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത്. സോ ഇതിൻ്റെ അകത്തെല്ലാം സാറ്റിസ്ഫാക്ടറി ആണ് അല്ലേ? സ്ട്രോങ് റെഡ് ക്യാൻഡിൽ, അതിനോട് ചേരുന്ന സ്ട്രോങ് വോളിയം ക്യാൻഡിൽ, അതിനോട് ചേരുന്ന തന്നെ തലേ ദിവസം തന്നെ ഡെത്ത് ക്രോസ് ഓവർ. മാക്ഡി ലൈൻ സിഗ്നൽ ലൈനെ കട്ട് ചെയ്ത് താഴെ പോയി. ഫസ്റ്റ് ഹിസ്റ്റോഗ്രാം റെഡ് സിഗ്നൽ. RSI 2 ദിവസം മുമ്പേ 40 താഴെ പോയി. ഞാൻ താഴെ പോവാണെന്ന് കാണിക്കുന്ന സിമ്പിൾ തന്നെയാണ് RSI കാണിച്ചത്. സോ യു ആർ കോൺഫിഡൻറ്റ് ടു മേക്ക് എ ഷോർട്ട് അല്ലേ? നിങ്ങൾ ഇവിടെ ഷോർട്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ഷോർട്ട് ചെയ്തു, നിങ്ങൾ അവിടെ ഷോർട്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ ഷോർട്ട് ചെയ്ത പ്രൈസ് എത്രയാ? 2712.05. നിങ്ങൾക്ക് എവിടം വരെ പോകാം? ഈ ലെവലിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്താ ഈ റെഡ് സിഗ്നൽ, ഈ സ്ട്രോങ് റെഡ് ഹിസ്റ്റോഗ്രാം കാണിക്കുന്നത് ഇവിടം വരെ സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ ആണെന്ന്. അത് കഴിഞ്ഞ് പതുക്കെ റെഡ് ഒരു പെയിൽ റെഡ് ആയിട്ട് മാറി. ആ സമയത്ത് RSI തിരിഞ്ഞു കണ്ട, RSI ആ സമയത്ത് തിരിഞ്ഞു കണ്ട. തിരിയുന്ന സമയം നിങ്ങൾക്ക് കോഷനാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ ക്ലിയർ ചെയ്യാമെന്നുള്ള കോഷനാണ്. നിങ്ങൾ പൊസിഷൻ ക്ലിയർ ചെയ്യുക. നിങ്ങൾ നമുക്ക് വലിയ ലാഭമൊന്നും വേണ്ട, ചെറിയ ചെറിയ ലാഭങ്ങൾ മതി. 2712 വിറ്റു, 2555 നിങ്ങൾ പൊസിഷൻ ക്ലിയർ ചെയ്തു. 157 രൂപ ലാഭം. എത്ര ദിവസം കൊണ്ടാണ്? നിങ്ങൾ വിറ്റ ദിവസം 12th Jan, നിങ്ങൾ മേടിച്ച ദിവസം 18th Jan. 6 days ആണ് വന്നിരിക്കുന്നത്. മേ ബി എനിക്കൊന്ന് 3-4 ട്രേഡിംഗ് ഡേയ്സേ ഉള്ളൂ. ക്ലോസ് ടു 7% പ്രോഫിറ്റ്. 7% 3-4 ട്രേഡിൻ്റെ കൊണ്ട് കിട്ടുന്ന ലാഭം. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഈ സ്ട്രാറ്റജിയിൽ ഷോർട്ടിങ് എടുക്കേണ്ടത്. പറഞ്ഞ് മനസ്സിലായല്ലോ? റെഡ് ക്യാൻഡിൽ, അതിന് ചേരുന്ന സ്ട്രോങ് വോളിയം ക്യാൻഡിൽ, അവിടെ ഒരു കൺഫർമേഷനായി. അടുത്ത കൺഫർമേഷൻ ഡെത്ത് ക്രോസ് ഓവർ. അടുത്ത കൺഫർമേഷൻ റെഡ് ഹിസ്റ്റോഗ്രാം, ഫസ്റ്റ് ഹിസ്റ്റോഗ്രാം. നെക്സ്റ്റ് കൺഫർമേഷൻ RSIയുടെ വാല്യൂ 40ക്ക് താഴെ കമ്പൽസറി ആയിട്ട് വന്നു. ബൈ സിഗ്നൽ എവിടെയാണ് വരുന്നത്? സിഗ്നൽ ഈ ക്യാൻഡിൽ വീക്കായി. ഇവിടെ എന്താ സംഭവിച്ചേ? പെയിലായിട്ടുള്ള ഫസ്റ്റ് പെയിൽ റെഡ് ആണ് വന്നത്. സെല്ലിംഗ് പ്രഷർ കുറഞ്ഞു, RSI തിരിഞ്ഞു. നമ്മളപ്പം തന്നെ എന്ത് ചെയ്തു? നമ്മൾ പൊസിഷൻ ക്ലിയർ ചെയ്തു. ഇങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. ഞാൻ ഒരു ബൈ സൈഡും കാണിച്ചു, ഒരു സെൽ സൈഡും കാണിച്ചു. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RSI പ്ലെയിൻ RSI അല്ല, RSI നമ്മൾ മാഗ്ഡി ഹിസ്റ്റോഗ്രാമായിട്ട് നമ്മൾ എംബഡ് ചെയ്തുള്ള RSI ആണ്. അതാണ് ഇതിൻ്റെ അകത്ത് വേണ്ട പ്രത്യേകമായിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യുവാണ്. മാഗ്ഡി ലൈൻ, അതുപോലെ തന്നെ മാഗ്ഡി ഹിസ്റ്റോഗ്രാം, സ്റ്റോക്കിൻ്റെ പ്രൈസ്, സ്റ്റോക്കിൻ്റെ വോളിയം, RSI. ബൈ സൈഡ് മുമ്പ് എന്താ ചെയ്യേണ്ടത്? ഹിസ്റ്റോഗ്രാമിലുള്ള ഫസ്റ്റ് ഡാർക്ക് ഗ്രീനിലേക്ക് നമ്മുടെ ഫോക്കസ് എത്തണം. ആ സമയത്ത് മാഗ്ഡി ലൈൻ സിഗ്നൽ ലൈനെ ക്രോസ് ചെയ്ത് മേളിൽ പോകണം. അതിനെ പറയുന്ന പേരാണ് ഗോൾഡൻ ക്രോസ് ഓവർ. ആ സമയത്ത് ഗോൾഡൻ ക്രോസ് ഓവർ നടന്നിരിക്കണം. ആ സമയത്ത് ക്യാൻഡിൽ ബ്യൂട്ടിഫുൾ ക്യാൻഡിലായിരിക്കണം. അതിനോടൊപ്പം തന്നെ അതിനെ സപ്പോർട്ടീവായിട്ടുള്ള എബോവ് ആവറേജ് വോളിയം ഉണ്ടായിരിക്കണം. എൻട്രി സമയത്ത് RSIയുടെ വാല്യൂ എബോവ് 60 മസ്റ്റ് ആണ് ശരിക്കും. അവിടെ നമ്മൾ ഡാർക്ക് ഗ്രീൻ ആ ഹിസ്റ്റോഗ്രാമിൽ തുടങ്ങി
ഡാഗ്രീൻ ഹിസ്റ്റോഗ്രാം എവിടം വരെ പോകുന്നു അവിടം വരെ നമുക്ക് സ്റ്റോക്കിനൂടെ പോകാനുള്ള സ്കോപ്പുണ്ട് ശരിക്കും. എവിടാണോ ഡാഗ്രീൻ ഹിസ്റ്റോഗ്രാമിൽ ഒരു വീക്ക്നെസ് സംഭവിക്കുന്നത്, ഡാഗ്രീൻ മാറിയിട്ട് എവിടാണോ ഒരു വീക്ക് ഗ്രീൻ, ഒരു പെയിൽ ഗ്രീൻ ഡെവലപ്പ് ചെയ്യുന്നത്, ആ സമയത്ത് നമ്മൾക്ക് ഇറ്റ്സ് എ കോഷനാണ് ശരിക്കും. നമുക്ക് എക്സിറ്റിനുള്ള സമയം ഏതാണ്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതുള്ള കോഷനാണ് പ്രൊവൈഡഡ്. ആ സമയത്തുള്ള മാക്ഡിയുടെ ലൈനും സിഗ്നൽ ലൈനും പിന്നെയും മുകളിലേക്ക് ട്രെൻഡ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ TCSൽ കണ്ടാൽ അത് ഫർദർ ട്രെൻഡിങ് ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടെ റിസ്ക് എടുക്കാം. മനസ്സിലായോ? ഒരു ദിവസം കൂടെ റിസ്ക് എടുത്താൽ നമുക്ക് അത്രയും പല സമയത്തും ബെനിഫിഷ്യലായിരിക്കാം ഒരു പക്ഷേ. മനസ്സിലായോ? അതിനോടൊപ്പം തന്നെ RSIയുടെ വാല്യൂ കൂടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ശരിക്കും RSI ഏത് ലെവലിലേക്ക് ട്രെൻഡ് ചെയ്ത് പോകുന്നു എന്നുള്ളത്. അതിനുശേഷം എവിടാണോ ഹിസ്റ്റോഗ്രാം പെയിൽ ഗ്രീൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്, അവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. കാരണം ഷോർട്ട് ടൈം ട്രേഡാണ്. നമുക്കൊരു മണി മാറ്റൽ പ്രോഫിറ്റ് കിട്ടിയാൽ നമുക്ക് വേണമെങ്കിൽ ഒന്നില്ലേ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 50% എക്സിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകാൻ പറ്റും. അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും അഭിപ്രായമൊന്നുമില്ല. അതുപോലെ തന്നെ സെല്ലിംഗ് സൈഡിൽ പോയാൽ ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ, ഫസ്റ്റ് ഹിസ്റ്റോഗ്രാമിലെ റെഡ് ക്യാൻഡിൽ, ആ റെഡ് ബാർ, ശരിക്കും ക്യാൻഡിലല്ല അതിൻ്റെ ബാർ എന്നാണ് പറയുന്നത്, ആ ഫസ്റ്റ് റെഡ് ബാർ, ആ സമയത്ത് മാക്ഡി ലൈൻ സിഗ്നൽ ലൈനെ കട്ട് ചെയ്ത് താഴ്പ്പണം, അതിനെ പറയുന്ന പേരാണ് ഡെത്ത് ക്രോസ് ഓവർ. അതിനോടൊപ്പം തന്നെ RSIയുടെ വാല്യൂ ഇറ്റ് മസ്റ്റ് ബി ബിലോ 40 ആയിരിക്കണം. മനസ്സിലായോ? അത് കഴിഞ്ഞ് നമ്മുടെ വോളിയം നോക്കണം, ക്യാൻഡിൽ നോക്കണം, എല്ലാം സാറ്റിസ്ഫൈഡ് ആകില്ലേ, ദാറ്റ്സ് എ ടൈം ടു ഷോർട്ട് ദി സ്റ്റോക്ക്. ആക്ച്വലി ഷോർട്ട് കവറേജ് ഞാൻ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ സാമ്പിൾ ഞാൻ കാണിച്ച് നിങ്ങൾ വീണ്ടും കാണുക, നിങ്ങൾ മനസ്സിലാക്കുക. അൾട്ടിമേറ്റ്ലി ഇത് ഒരു വൺ ഓഫ് ദി സക്സസ്ഫുൾ സ്ട്രാറ്റജിയാണ്. പക്ഷേ ഒന്നിനും 80% അപ് ടു 80% ഒക്കെ സക്സസ് ഉള്ളൂ. നിങ്ങളുടെ കറൻറ്റ് ട്രേഡിംഗ് ഫിലോസഫിയുടെ കൂടെ നിങ്ങളുടെ കറൻറ്റ് ട്രേഡിംഗ് നിങ്ങളുടെ ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്ത് നിങ്ങളൊന്ന് എംബഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ബെസ്റ്റ് പ്രോബബിൾ റിസൾട്ട് ആക്ച്വലി. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ ഫ്രം ഇഗ്ഡി FX.